Welcome and thank you for watching today. Evangelist Kochepa Verghese has been able to minister in many different parts of the world, including different parts of Africa, the Middle East, and India. And God is using this ministry in a great way to impact many, many lives. You can use the information that you see on the screen to contact Evangelist Kochepa Verghese and have him come and minister at your local church to learn more about what God is doing through this ministry firsthand. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരെ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് യേശു തന്നെ ശുശ്രൂഷവേളയിൽ പറയുവാനിടയാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. நாமத்தில் உங்களை அவரை வாழ்த்துகிறோம். இந்த அருமையான நல்ல ஆராதனை வேலைக்காக நான் அவரை துதிக்கிறேன். இந்த கூட்டத்தை ஆயத்தப்படும்படியாக கர்த்தர் கொடுத்த கிருபைக்காக ஆண்டவருக்கு ஸ்தோத்திரம் செலுத்துகிறேன். இந்த கூட்டத்தை குறித்து பாஸ்டர் ஜேவி பீட்டர் அவர்கள் என்னோடு போன் பண்ணி சொன்னாங்க. பாஸ்டர் வினோய் ஆந்திரா வந்திருக்கிறார்கள். அவர்கள் எனக்கு போன் பண்ணி சொல்லி அது மாத்திரமல்ல அருமையான இந்த கூட்டங்களை செய்து கொடுக்கும்படி பாஸ்டர் கொச்சைப்பா வர்கீஸ் அவர்கள் அமெரிக்க தேசத்திலே ஊழியம் செய்கிறார்கள். உலகத்தில் பல நாடுகளுக்கு போய் அவங்க ஊழியம் செஞ்சுட்டே இருக்காங்க. அப்படி அவருடைய ஒரு செய்தி நான் பார்த்தோம். நிறைய நைஜீரியா இன்னும் பல தேசங்களுக்கு உலகமெங்கும் போய் கர்த்தருடைய ஊழியத்தை செய்கிற ஒரு நல்ல கிருபை பெற்ற தேவ மனிதன். அவர்களை கர்த்தர் மத்தியில் அனுப்பியிருக்கிறார். அவர்களை நான் ஆண்டவர் இயேசுவின் நாமத்தில் யெகோவா ரட்சணை சபையின் சார்பிலே நம்முடைய எல்லோருடைய சார்பிலும் அவருடைய அன்போடு நான் வரவேற்கிறேன். Praise the Lord. Hallelujah. நான் ஜெபித்தது அந்த பந்து நடக்காது என்று சொல்லி தான் ஜெபித்தேன் சொன்னேன். பந்திന്റെ மேலே கூடி என்னை கொண்டு வந்த தெய்வமானவர் கடந்து வந்திருக்கிறது. அந்த பந்துக்கு மேலாக என்னை அழைத்து வந்த தேவன் தான் இன்றைக்கு நம்மத்திலே இங்கே கடந்து வந்திருக்கிறது.
സംസാരിച്ചു. യേശു സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, മനുഷ്യരെക്കാളും മനുഷ്യ ഹൃദയങ്ങളെക്കാളും വലിയവനായി തീർന്നവൻ. യേശു ലോകത്തെക്കാളും ലോകത്തിലുള്ളവരെക്കാളും സകല ദേവന്മാരിലും വലിയവൻ എന്ന ആദ്യത്തെ ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതിനുശേഷം ദേവാലയത്തെക്കാൾ വലിയവൻ, 7 ദേവാലയങ്ങളും 7 ദേവാലയത്തിന്റെ അവസാനമുള്ള ദേവാലയത്തിന്റെ 7 പ്രത്യേകതകളും നിങ്ങളെ പഠിപ്പിച്ചു. യേശു യോനയിലും വലിയവൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ യേശു ശലോമോനിലും വലിയവൻ എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു യാക്കോബിനേക്കാൾ വലിയവൻ. ഏതിനെയാണ് വലുതായി കാണുന്നത്? നമ്മുടെ പ്രശ്നത്തെയാണോ പ്രതികൂലത്തെയാണോ ഏതിനെയാണ് വലുതായി കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. പക്ഷെ അറിയാവുന്ന സ്റ്റോറി അനുസരിച്ചിട്ടല്ലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളതും പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള രീതിയിലല്ലായിരിക്കും ഇതിനെ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരുന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം എന്ന് കേൾക്കുന്നുണ്ട്. ശമരിയാക്കാരത്തി സ്ത്രീയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ശമരിയാക്കാരത്തി സ്ത്രീ ഇതിനകത്തിലെ ഒരു ഭാഗമാണ്. പക്ഷെ നല്ല ശമരിയാക്കാരത്തി സ്ത്രീ അല്ല നമ്മുടെ വിഷയം എന്ന് നിങ്ങൾ ഓർത്തിരുന്നു വേണം. അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിന്റെ 12-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. അവൾ യേശുവിനോട് ചോദിക്കുകയാണ്, നീ ഈ യാക്കോബിനേക്കാൾ വലിയവനോ, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വലിയവനോ? ഞങ്ങളുടെ പിതാക്കന്മാരോടുള്ള പ്രാർത്ഥനയെ ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഇതെല്ലാം ശരിയാക്കി തന്നിരിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ രീതി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിനെക്കാട്ടി വലുതാണോ യേശു? ചോദ്യം. ഓക്കെ, ഇനിയും ആ ചോദ്യത്തിനകത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി പഠിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ 3-ഉം 4-ഉം വാക്യം മാത്രം ഒന്ന് വായിച്ചു. ഓക്കെ, ഈ 2 വാക്യത്തിനകത്ത് നമ്മൾ നിന്നിട്ട് സ്വല്പം ചിന്തിക്കാൻ പോവുകയാണ്. അവൻ യഹൂദാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. യേശു ആദ്യമേ ശുശ്രൂഷിച്ചത് ഗലീലയിലായിരുന്നു ദൈവമക്കളെ. അപ്പോൾ വീണ്ടും ഗലീലയ്ക്ക് പോകുന്ന അവസരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാനത് മനസ്സിലാക്കുന്നത് യേശുവിന് ശമരിയയിൽ കൂടി അല്ലാതെയും പോകാമായിരുന്നു. പക്ഷേ ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ ആ ഭാഗം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് പോയിട്ടുള്ളത് അതുവഴിയാണെന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ വേറെ വഴി ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോ ഇനി ശ്രദ്ധിച്ചു നോക്കണം, ശമരിയയിൽ കൂടി കടന്ന് പോകേണ്ടി വന്നു. ഇനി നമുക്ക് യേശുവിനോട് തിരിഞ്ഞ് ചോദിക്കാം, യേശുവെ, നിനക്ക് അതുവഴി പോകേണ്ടതായി വന്ന കാരണം എന്താണ്? ഒരു കാരണമില്ലാതെ യേശു ഒരു കാര്യം ചെയ്യാറില്ല. ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ശമരിയാക്കാരത്തി സ്ത്രീയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശമരിയാക്കാരത്തി സ്ത്രീ അല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ശമരിയാക്കാരത്തി സ്ത്രീയെ ഒരു വിഷയമാണ്, ഒരു ഭാഗമാണ്. പക്ഷെ ശമരിയാക്കാരത്തി സ്ത്രീയെ ഫോക്കസ് ചെയ്തല്ല ഞാൻ നിങ്ങളെ പ്രസംഗിക്കുന്നത് ഇന്ന്. യേശു ശമരിയയിൽ കൂടി കടന്ന് പോകേണ്ടി വന്നു. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. ഓരോ വാക്യങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വാക്യങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട്
ശ്രദ്ധിച്ചോണം. അങ്ങനെ അവൻ സുക്കാർ എന്നൊരു സ്ഥലത്ത് ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അപ്പൊ ഇത് ആര് കൊടുത്ത സ്ഥലമായിരുന്നു? ആർക്ക് കൊടുത്തതായിരുന്നു? യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഈ പിതാക്കന്മാരിൽ യാക്കോബ് തന്റെ മകനായ ജോസഫിന് കൊടുത്ത പുരയിടം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ കാണാനും സഹോദരങ്ങളെ കാണാനായിട്ടും നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. ശ്രദ്ധിച്ചു നോക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് പിതാക്കന്മാർ തന്ന സ്ഥലം പുരയിടത്തിനകത്ത് ഞാൻ 3-4 ലക്ഷം രൂപ ചിലവാക്കി. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92-ലാണ് ഞങ്ങളിവിടെ വരുന്നത്. അതിന് മുമ്പ് 3-5 ലക്ഷം രൂപ ചിലവാക്കി ഒരു 2 നില കെട്ടിടം പണിതു ഞങ്ങൾ ഏകദേശം 5-6 മാസം താമസിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുന്നതിന് വേണ്ടി ഇനിയും ഇത് ഇട്ടേക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് വിറ്റു. അത് ഇത്രയും പൈസ ചിലവാക്കി എൻ്റെ പിതാക്കന്മാരുടെ പുരയിടമൊക്കെ ആയിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒടുവിൽ കൊടുത്തപ്പം വെറും 2.5 ലക്ഷം രൂപയ്ക്ക് അത് കൊടുത്തിട്ട് പോന്നു. കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ ചെന്നുണ്ടെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇപ്പം അന്ന് അതിന് 65 ലക്ഷം രൂപ അന്ന് വിലയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു കോടിക്കണക്കിന് രൂപ അതിന് കിട്ടും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും എൻ്റെ ആ ബിൽഡിങ്ങിലേക്കും പുരയിടത്തിലേക്കും ഒന്ന് നോക്കി പോകാറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കിയുണ്ട്, ഇത് വാങ്ങിച്ച അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു, അച്ഛാ എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, എങ്ങനെയുണ്ട്, എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. സന്തോഷമായിട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. കയറി വരുന്നതെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നോക്കി ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. ഇനി നോക്കിയോണേ, നമ്മൾ ഇനി ആ ഭാഗം വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ അവൻ ഒരു ഭാഗം ഒന്ന് വായിച്ചു, 5-ാമത്തെ വാക്യം മാത്രം, 5-6 വാക്യം വായിച്ച്. അങ്ങനെ അവൻ സുക്കാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഓക്കെ, മതി. ഓക്കെ, 6-ാം മണിക്ക് ഇനി നമ്മുടെ വേറെ പ്രത്യേകതയുണ്ട്. So we are going to think slowly. യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത അത് നമുക്കൊന്ന് നോക്കാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജെനസിസ് ചാപ്റ്റർ 48 വേഴ്സ് 22. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ സഹോദരന്മാർക്ക് വീതം വെച്ച് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോശുവ ഇത് എല്ലാവർക്കും ഭാഗമായി ഭാഗിച്ചു കൊടുക്കുമ്പോ കൊടുത്ത പുരയിടമല്ല ഇത്. യാക്കോബ് തന്റെ വാളും വില്ലും കൊണ്ട് അമ്മോന്യരോട് പിടിച്ചെടുത്ത പുരയിടമായിരുന്നു, സ്ഥലമായിരുന്നു. ആരെ കൊടുത്തത്? യാക്കോബ് തന്റെ മകന് കൊടുത്തത്. അപ്പൊ യാക്കോബിന് ജയം നൽകിയത് ആരായിരുന്നു? ദൈവമായിരുന്നു. ഇത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ മകന് കൊടുത്ത ഈ പുരയിടം. ഇനി നോക്കിയാണ് യേശു കർത്താവ്. ഇനി നിങ്ങളൊന്ന് ഇന്ന് ചോദിക്കുക, യേശു കർത്താവ് ഇനി 5-6 വാക്യം ഒന്ന് വായിച്ചു, ഇനിയും വായിക്കുക, അന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. അങ്ങനെ അവൻ സുക്കാർ എന്നത് ശമരിയ പട്ടണത്തിൽ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. 6-ാം മണി നേരം. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എന്താ ഇവിടെ മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ ഒന്നുകൂടെ അതിന് വിശദീകരണം തരാൻ പോവുകയാണ്. യേശു യഹൂദാദേശം വിട്ട് ഗലീലയ്ക്ക് യാത്രയായി. അപ്പൊ ഗലീലയിലേക്ക് പോകുന്ന യേശു
ഇപ്പൊ ഇവിടെ വായിക്കുകയാണ്, അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു എന്തിനു വേണ്ടിയാണ് ശമര്യയിൽ കൂടി കടന്നു പോയത്? പൂർവപിതാവായിരുന്ന യാക്കോബിന് ദൈവം ദാനം കൊടുത്ത പുരയിടം, ഭൂമി, അവൻ കുഴിച്ച കിണറ്, അവിടെ നിന്ന് ചിലർ കുടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. ഈ ശമരിയ എന്താണ് അതിന്റെ പ്രത്യേകത? അത് നമ്മൾ അല്പമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. 1 രാജാക്കന്മാരിലേക്ക് കടന്നു വരുമ്പോൾ 1 രാജാക്കന്മാർ അവിടെ 11, 12, 13 അധ്യായങ്ങളിൽ നമുക്ക് ശലോമോന്റെ വാഴ്ചയുടെ അവസാന ദിവസങ്ങളും ശലോമോന്റെ രാജഭരണം കഴിഞ്ഞ് ശലോമോന്റെ മരണശേഷം മരണവാർത്ത അറിഞ്ഞുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയ ശലോമോന്റെ ദാസനായ നെബാത്തിന്റെ മകനായ യോരബെയാം മടങ്ങി വരുന്നതും, യോരബെയാം നടന്നു വരുമ്പോൾ അഹിയാ പുരോഹിതൻ യോരബെയാമിനെ എതിരേറ്റ് ചെന്ന് അഹിയാവ് ധരിച്ചിരുന്ന പുതിയ അങ്കി വലിച്ചു കീറി 12 ഖണ്ഡമായി കീറിയിട്ട് 10 ഖണ്ഡം യോരബെയാമിനോട് പറയാണ്, നീ ഇത് എടുത്തുകൊള്ളുക, നീ ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ഞാൻ നിനക്ക് തരുന്നു, നിനക്ക് ഇത് എടുത്ത് ഇഷ്ടം പോലെ ഭരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ദാവീദ് ഗ്രഹത്തിൽ നിന്നും ശലോമോന്റെ ഗ്രഹത്തിൽ നിന്നും ഈ 10 ഗോത്രം എടുത്ത് നിനക്ക് തരികയാണെന്ന് പറഞ്ഞ് യോരബെയാം അതെടുത്ത് അവിടുത്തെ എല്ലാ ഇസ്രായേലിലും രാജാവായി വാഴുന്നു. ഇസ്രായേലിന് രാജാവായി വന്നപ്പോൾ അവിടെ യുദ്ധമുണ്ടാകുന്നു. രഹബെയാം രാജാവും യോരബെയാം രാജാവും തമ്മിൽ. രഹബെയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോന്റെ പുത്രനായിരുന്ന രഹബെയാം. അങ്ങനെ രഹബെയാമും യോരബെയാമും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ രഹബെയാമിനെ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പ്രവാചകൻ ചെന്നിട്ട്, ഈ യുദ്ധം എന്നാൽ സംഭവിച്ചതാണ്, ഞാനാണ് ഈ രാജ്യം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് രഹബെയാമിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും, യോരബെയാം ഈ ഇസ്രായേൽ മക്കൾ ആരും ഇനിയും യെരൂശലേമിലേക്ക് ചെന്ന് ദൈവത്തെ നമസ്കരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് ബഥേലിലും അതുപോലെ തന്നെ ബഥേലിലും പിന്നെ ദാനിലും 2 കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, അത് ഇതാ നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് യാഗം കഴിക്കുന്നതിന് വേണ്ടി യാഗപീഠത്തിന്മേൽ നിൽക്കുമ്പോൾ ഒരു പ്രവാചകനെ യെരൂശലേമിൽ നിന്ന് കടന്നു വന്ന് ഈ യാഗപീഠമേ എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന ഒരു പ്രവചനമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവദാസന്മാര് അനേകം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 രാജാക്കന്മാർ 11, 12, 13 വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 11ന്റെ 26ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചു, അന്നേരം നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാകും. മതി. ഓക്കെ, ഇതാണ് യോരബെയാം. അത് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇനി 13 32 വായിച്ചു. ഓക്കെ, ഇപ്പൊ ശമരിയ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശമരിയ പട്ടണം എവിടെയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ആ പഴയ ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ശമരിയ പട്ടണം എവിടെയാണ് എന്ന് മനസ്സിലായി. ശമരിയയിൽ രാജാക്കന്മാര് രാജകൊട്ടാരം എന്ന് വാഴുന്ന ഒരു സ്ഥലമായിരുന്നു ഇസ്രായേൽ രാജാക്കന്മാർ. യഹൂദ രാജാക്കന്മാരല്ല, ഇസ്രായേൽ രാജാക്കന്മാർ. അങ്ങനെ യോരബെയാമ് ബഥേലിൽ ശമരിയ പട്ടണങ്ങളിൽ അവിടെ പാർത്തുന്നു. ഇപ്പോ അത് ആർക്കുള്ള പുരയിടമായിരുന്നു? ആ പുരയിടം യാക്കോബ് തന്റെ മകൻ ജോസഫിന് കൊടുത്ത സ്ഥലമായിരുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ പോകുമ്പോഴൊക്കെയും എൻ്റെ പുരയിടം കാണുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വീടിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഐ ജസ്റ്റ് ലുക്ക്. എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ പ്രയാസം ആ സമയത്ത് കടന്നു പോകും.
എന്നെ കൈവിട്ടു പോയത് ഓർത്തിട്ട്. ഇപ്പോ നിങ്ങളും വിട്ടുകളഞ്ഞിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ വസ്തുവകകളുടെ മുന്നിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കും അതേമാതിരി ഒരു ഫീലിങ്സ് ഉണ്ടാകും. ഇനി നോക്കിയേ, യേശു ഇനിയും എന്തുകൊണ്ട് ഇതുവഴി കടന്നുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയും ഞാനത് വായിക്കാം. അവൻ യഹൂദാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. യേശു ഒരു മനുഷ്യനായിട്ടായിരുന്നു ദൈവമക്കളെ ഈ ലോകത്തിൽ വന്നത്. യേശു കംപ്ലീറ്റ് ദൈവമായിരുന്നു, കംപ്ലീറ്റ് മനുഷ്യനായിരുന്നു. യേശുവിന് മനുഷ്യന്റെ എല്ലാ ഫീലിങ്ങും എല്ലാ കാര്യങ്ങളും യേശുവിനും ഉണ്ടായിരുന്നു. അവൻ യഹൂദാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്ന് പോകേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാണ് ശമര്യയിൽ കൂടി കടന്നു പോയത് എന്ന്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കണം. അങ്ങനെ അവൻ കാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവ് ഉണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചോണം, യാക്കോബിന്റെ ഉറവ് ഉണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അപ്പോൾ 6 മണി നേരമായിരുന്നു. യേശു ഈ 6 മണി നേരത്ത് എന്തിനാ അവിടെ വന്നത്? അത് നമ്മൾ കേട്ടിട്ടുള്ളത് ഉച്ച സമയമായിരുന്നു, ശമരിയക്കാരത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ശമരിയക്കാരത്തിയായിരുന്നു. അതെല്ലാം ഒരു ഭാഗം, അത് വേറൊരു സീനറിയാണ് കേട്ടോ. അത് ഒരു വാസ്തവം തന്നെയാണ്, അത് വേറൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യേശു അവിടെ വന്നിരുന്നു. അതിന്റെ 7ാമത്തെ വാക്യം നീ ഒന്ന് വായിച്ചാണ്. ഇപ്പം അവിടെ യേശു എന്ത് ചോദിക്കുന്നു? ഈ 6 മണി നേരത്ത് വെള്ളം ചോദിക്കുന്നു. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സമയം എന്നെങ്കിലും? അത് എത്ര മണി നേരത്തായിരുന്നു? പ്രൈസ് ദ ലോർഡ്. യേശു ഈ 6 മണി നേരത്ത് വന്നത് എന്തായിരുന്നെന്നറിയാമോ? തന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ഈ യാക്കോബിന്റെ ഇവിടെ വന്ന് യാക്കോബ് വലിയവനായിരിക്കുന്ന ഈ ജനത്തെ ഞാൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. യാക്കോബാണ് അവർക്ക് വലിയവൻ. ദൈവമക്കളെ, യാക്കോബാണ് അവർക്ക് വലിയവൻ. യേശു ഇവിടെ വന്നത് ആരാണ് വലിയവൻ എന്ന് അവര് മനസ്സിലാക്കണം. യാക്കോബ് വലിയവനോ, ഈ വെള്ളം തന്നവൻ വലിയവനോ, അതോ ഞാനാണോ വലിയവൻ എന്ന് അവരറിഞ്ഞിരിക്കണം. ഇന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ദേശവാസികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബാണ് അവർക്ക് വലിയവൻ. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ചിന്തിച്ചോളണം, ഇവൻ 6 മണി നേരത്ത് ഇവിടെ വന്നിട്ട് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിപ്പാൻ വെള്ളം തരണം. കാൽവരി കുലക്കളത്തിൽ നിങ്ങൾക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഐ ബിലീവ് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 39 മുതൽ വായിച്ചു. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ മതി. ഈ 6 മണി നേരമായപ്പോൾ പാപിയായ ഒരു മനുഷ്യനെ രക്ഷിച്ചു.
അപ്പോൾ ഈ 6 മണി നേരമായപ്പോൾ യേശുവിന് ദാഹിച്ചു. യേശു ശമരിയയിൽ കൂടി കടന്ന് വന്നു. ദൈവമക്കളെ, ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് നിന്റെ ഭവനത്തിൽ കൂടി യേശു കടന്നു വന്നത് എന്തിനാണ്? വേറെ ഒരു ഭവനവും ഇല്ലാതിട്ടാണോ നിന്റെ ഭവനത്തിൽ കൂടി യേശു കടന്നു വന്നിരിക്കുന്നത്? ഈ സമയത്ത്, ഈ പകലുള്ള സമയത്ത് യേശു നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുക. എന്താണ് ഈ 6 മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ദിവസത്തിന്റെ പൂർണ്ണ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ച നേരം, നമ്മുടെ നല്ല സമയത്താണ് യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ സമയത്ത് ഞാൻ യേശുവിനെ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പാപിയാണ്. ഇവിടെ 2 പാപികളെ ഞാൻ നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്നു. ഒന്ന്, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു പാപി, ശമരിയക്കാരത്തിയായ ഒരു പാപി. ഇതിന്റെ 2 പേരും വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു കാര്യമാണ് അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്, പാപം. ഒരു കാര്യമാണ് അവർക്ക് വേണ്ടത്, രക്ഷ. ഇന്ന് ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്, പാപം. എന്നാൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത് എന്താണ്? രക്ഷ. യേശു ഇന്ന് നിന്റെ ഭവനത്തിൽ എത്തിയെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ നീ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, യേശു വന്നത് നിന്നെ രക്ഷിക്കുവാനാണ്. യേശു വന്നത് നിന്റെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് നിന്നെ ഒരു കുറ്റവാളിയാക്കുവാനല്ല കടന്നു വന്നിരിക്കുന്നത്, പാപിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ 6 മണി നേരത്ത്, ഈ നട്ടുച്ച സമയത്ത്, നിന്റെ ഈ നല്ല പ്രായത്തിൽ, നിന്റെ ഈ യൗവന ദശയിൽ തന്നെ നിന്നിൽ കൂടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട കാര്യം യേശുവിനെ ഇല്ലായിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ യേശു നിന്റെ വഴിയിൽ കൂടി കടന്നു വന്ന് നിന്റെ ഭവനത്തിൽ കടന്നു വന്നു എങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. അവൻ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അവന്റെ ദാഹം ആർക്ക് വേണ്ടിയായത്? നിനക്ക് വേണ്ടിയാണ് സഹോദര, സഹോദരി. മറ്റാർക്കും വേണ്ടിയല്ല, നിന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. നിന്റെ കുടുംബത്തിന്റെ ദാഹം തീർക്കുവാനാണ് അവന് ദാഹിക്കുന്നത്. അവന്റെ ദാഹമാ നിന്റെ ദാഹം തീർക്കുന്നതാണ് അവന്റെ ദാഹം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, അന്ന് കാൽവരി കുലക്കളത്തിൽ 6 മണി നേരത്തെ അവൻ വിളിച്ചു പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഒരുവനോട് പറയണ, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരുവൻ വിളിച്ചു പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒരുത്തൻ ദുഷിച്ചു പറഞ്ഞപ്പോൾ ഒരുവൻ അവനെ കർത്താവായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് യേശു നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ നല്ല സമയത്ത് നിന്റെ ഭവനത്തിലേക്ക് കയറി വന്നിട്ട് യേശു പറയാണ്, നിന്നെ നോക്കിക്കൊണ്ട് എനിക്ക് ദാഹിക്കുന്നു. അവന്റെ ദാഹം ആർക്ക് വേണ്ടിയാണ്? ദൈവമകളെ, ദൈവപൈതലെ, അവന്റെ ദാഹം ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്. നിന്നെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. നീ ചിന്തിക്കുന്നത് യാക്കോബിന്റെ ഈ കിണറ്റിൽ നിന്നും, നിന്റെ പിതാക്കന്മാർ പറഞ്ഞ കിണറ്റിൽ നിന്നും കുടിച്ചാൽ നിന്റെ ദാഹം തീരുമെന്നാണോ? നീ പറയുന്നു നിന്റെ പിതാക്കന്മാര് തന്നതാണെന്നും, പിതാക്കന്മാര് ഇങ്ങനെയാണ്, ഈ വെള്ളമാണ് കുടിക്കുന്നത് എന്നും. ദൈവമക്കളെ, നമ്മൾ ഇനി അവരുടെ സംഭാഷണത്തിലേക്ക് അല്പം ഒന്ന് കിടക്കാൻ പോവുകയാണ്. എനിക്ക് തിരുവചനത്തിനകത്തെ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ഞാൻ എപ്പോഴും ചിന്തിച്ചു നോക്കും. there is something, വലിയ ഗ്രേറ്റ് തിങ്സ് അതിനകത്ത് നമുക്ക് കിട്ടുവാൻ സാധിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. 8ാമത്തെ വാക്യം, അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്ന് നോക്കണേ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. യേശു നിന്നോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ വേറെ ആരും നിന്റെ അടുക്ക കാണത്തില്ല. വേറെ ആരും നിന്റെ അടുക്കൽ കാണത്തില്ല. നീ അവനൊന്ന് ചെവി കൊടുത്താൽ മതി. അവൻ നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയാണ്, മകനെ മകളെ, നിന്നെ ഓർത്ത് നിന്നെ കണ്ടിട്ട് എനിക്കൊരു ദാഹമുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു ദാഹമുണ്ട്. മകളെ, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ദാഹമുണ്ട്. മകനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു ദാഹമുണ്ട്. ഇത് നോക്കണേ, ആ സമയത്ത് അവന്റെ ശിഷ്യന്മാർ ആരുമില്ല, അവനോടുകൂടി ആരുമില്ല. ഹി ബൈ ഹിംസെൽഫ്. കാൽവറി കുലക്കളത്തിലും അവൻ ഒറ്റയ്ക്കാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഈ 3 പേർ തൂങ്ങിക്കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് അവനോട് സംസാരിക്കുന്നു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമകളെ, മകനെ, ഇന്ന് നീ അത് ആഗ്രഹിക്കുന്നുവോ? അവനോടുകൂടെ പറുദീസയിൽ ഇരിക്കുവാൻ. If you accept him, ഇന്ന് നീ അവനെ അംഗീകരിച്ചാൽ ഇന്ന് നിനക്കതിന് യോഗ്യത കിട്ടും. അടുത്ത 9ാമത്തെ വാക്യം എന്ന് വായിക്കുമ്പോ ശമരിയാസ്ത്രീ അവനോട്, യഹൂദനായിരിക്കെ ശമരിയാക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. That's a good question. It's a wonderful question. നിങ്ങൾ ക്രിസ്ത്യാനികള്, ഞങ്ങളും ക്രിസ്ത്യാനികള്, ഞങ്ങൾ യാക്കോബക്കാരെ, ഞങ്ങൾ മർത്തോബക്കാരെ, ഈ ഭൂമി കിടക്കുന്നതിനെ ആമോ എടുത്ത് ഇടേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റാരി കിടക്കുന്നതിനെ പിടിക്കാനാണോ? നിങ്ങൾ പോയി അവിടെ ഹിന്ദുക്കളോടും മറ്റുള്ള ജാതിക്കാരോടും ഒക്കെ പോയി നിങ്ങൾക്ക് പറയരുതോ എന്നൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. ഞങ്ങള് യാക്കോബ് പറഞ്ഞ പോലൊക്കെയാ ജീവിക്കുന്നത് കേട്ടോ. ഇനിയും എന്നെ പിടിച്ച് അതിനകത്തിലൊന്നും വിടണ്ട. ഞങ്ങൾ യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് തന്നെയാണ് കുടിക്കുന്നത്, വേറൊരു കിണറ്റിൽ നിന്നും അല്ല കുടിക്കുന്നത്. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. നീ യഹൂദനാ, ഞങ്ങൾ വേറൊരു ജാതിയാ. നീ അവരെ ദൈവം ഒന്നാണെന്നുണ്ടെങ്കിലും പക്ഷെ എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ അവർ കാണുന്നത്, കാഴ്ചപ്പാട് 2 രീതിയിലാണ്. കാരണം എന്താണെന്നറിയാമോ? അന്ന് യോരബയാം അതങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. നബാത്തിന്റെ മകനായ യോരബയാം രാജാവ് അതിനെ മുഴുവനും എന്താക്കി തരുന്നറിയാമോ? ദൈവത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അവര് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുവാനിടയായി. എല്ലാം മറ്റുള്ള ദൈവങ്ങളെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. അവര് മാനുഷിക കൽപ്പനകൾ അവരുടെ ആചാരങ്ങളായി ദൈവമായി മാറി. ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവമക്കളെ. നമുക്ക് 10ഉം 11ഉം വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവമക്കളെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അവിടെ യേശു പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പോയാണ്. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ. ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ യേശു ഈ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോളജ്, ഒരു ചെറിയൊരു നോളജ് ഉണ്ട്, അതുപോലെ അവനെ കുറിച്ച് ആഴമായ ഒരു അറിവ് നമുക്കുണ്ടാകണം. ആഴമായ അറിവുണ്ടാകണം. നിന്നോട് ചോദിക്കുന്നവൻ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നീ അവനോട് ചോദിക്കും, നിന്റെ ദാഹമല്ല എനിക്ക് തീർക്കേണ്ടത്, എന്റെ ദാഹമാണ് തീർക്കേണ്ടത്. നിനക്ക് ദാഹിക്കുന്നത് എന്നെ കുറിച്ചാണ്,
എനിക്കാണ് ദാഹമുള്ളത്, നിന്നെയാണ് എനിക്ക് ആവശ്യമെന്ന് നീ പറയുമായിരുന്നു. സ്ത്രീ അവനോട്, യജമാനന് നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. ഇനി നോക്കിയുടെ ആ ഭാഗത്ത് വെച്ച് 11-ാമത്തെ വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു. ഓക്കെ, ഇനിയും നിങ്ങളുടെ വിഷയത്തെ കുറിച്ച് നോക്കിയും നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്? നിന്റെയും എന്റെയും പ്രശ്നം വളരെ ആഴമുള്ളതാണെന്നാണ് നീ പറയുന്നത്. പ്രായം കവിഞ്ഞു പോയി, ഇനിയും ഇത് നടക്കുമോ? ഇത് ആഴമുള്ള വിഷയമാണ്. ഇതിന്മേൽ പ്രവർത്തിക്കുന്നത് ആരാണ്? യേശു എങ്ങനെ ചെയ്യുവാൻ കഴിയും? നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണ്ടേ? തൊട്ടിയും കയറും നിന്റെ കയ്യിൽ. യേശുവിനോട് ചോദിക്കാണ്, നിന്റെ കയ്യിൽ തൊട്ടിയോ കയറോ ഒന്നുമില്ല, ഈ കിണറ്റിൽ നിന്ന് കോരാൻ നിനക്ക് എങ്ങനെ പറ്റും? എന്റെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോരി കോരി ക്ഷീണിച്ചു. ഇനിയും നിന്റെ കയ്യിൽ ഒരു കയറുമില്ല, തൊട്ടിയുമില്ല, പിന്നെ നീ എങ്ങനെ എനിക്ക് ജീവനുള്ള വെള്ളം തരുന്നത്? ദൈവമക്കളെ, ഇന്ന് ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നമ്മൾ തിരിഞ്ഞു നിൽക്കുക. കർത്താവേ, നീ മതിയായവനാണ് എൻ്റെ ദാഹം തീർക്കുവാൻ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ നീ മതിയായവനാണ്. യേശുവേ, നീ മാത്രമാണ് വലിയവൻ. നിനക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്, എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിന്, അവരുടെ കുടുംബം പണിയുന്ന വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ അനേക നാളുകളായി ഇവിടത്തോളം വന്ന് കോരുന്നു, പല പ്രാവശ്യമായി കോരുന്നു, പലത് പാർട്ടി കോരി, പക്ഷെ ഇതുവരെയും എൻ്റെ പാത്രം നിറയുവാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് നിനക്ക് സമ്മതിക്കുവാൻ കഴിയുമോ ദൈവമക്കളെ? ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീ എത്ര കാലമായി കോരൽ തുടങ്ങിയിട്ട്? നീ എത്ര കാലമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു? എത്ര കാലമായി നീ ജീവിതത്തിന്റെ ഈ മുഷ്ടിയുദ്ധം ചെയ്യുന്നു ഇതൊന്നും നേരെയാക്കി എടുക്കുന്നതിന് വേണ്ടി? ഒരുപക്ഷെ നീ പറയും, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറയും, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടാണ് പോകുന്നെന്ന് പറയും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യേശു ഈ സ്മൂത്തായിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്ന സമയത്താണ് നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ നല്ല സമയത്താണ് ദൈവമക്കളെ ശമരിയാക്കാരത്തിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത്. ഒരു ദിവസത്തിന്റെ നല്ല സമയമെന്ന് പറയുന്നത് ആ മധ്യാഹ്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ നല്ല സമയത്താണ് മകനെ, മകളെ, നിന്റെ ദാഹം തീർക്കുവാൻ ഞാൻ നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇന്ന് നീ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? ഇനിയും 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ യാക്കോബിനേക്കാൾ വലിയവനോ? നീ യാക്കോബിനേക്കാൾ വലിയവനോ? യാക്കോബാണ് യോസഫിന് ഈ പുരയിടം കൊടുത്തത്. യാക്കോബാണ് ഈ കിണർ കുഴിച്ച് ഞങ്ങൾക്ക് തന്നത്. യാക്കോബിന്റെ മക്കളും യാക്കോബും അവന്റെ ആടുമാടുകളും എല്ലാം ഈ കിണറ്റിൽ തന്നെ വെള്ളം കുടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പിതാക്കന്മാര് മുഖാന്തരം, ഞങ്ങളുടെ പിതാക്കന്മാര് മുതല്, ഞങ്ങളുടെ അമ്മ അപ്പൂപ്പന്മാര് മുതല് ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതുവരെ ഒരു മാറ്റം പോലും വരുത്തിയിട്ടില്ല. ഇതിനകത്തുനിന്ന് തന്നെയാണ് കുടിച്ചിട്ടുള്ളത്. ഈ കിണറ്റിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ ആരും. കേട്ടോ, ഒന്ന് വായിച്ച 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഇന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരി, സഹോദര, ഏത് വെള്ളമാണ് വേണ്ടത്? യാക്കോബിന്റെ കിണറ്റിലെ വെള്ളമോ അതോ യേശു തരുന്ന വെള്ളമോ? യേശു യാക്കോബിലും വലിയവനാണ്. യേശു നിന്റെ പിതാക്കന്മാരുടെ ചിന്തിച്ചുകൊണ്ട് കൊണ്ടുവന്ന ആ ദൈവത്തെക്കാൾ വലിയവനാണ്.
നിന്റെ പിതാക്കന്മാർ അവരുടെ അറിവില്ലായ്മയിൽ അതുപോലെ അവരുടെ അറിവിൽപ്പെട്ട കാര്യങ്ങളനുസരിച്ചിട്ട് ആ കിണറ്റിൽ നിന്ന് തന്നെ നിനക്ക് കോരി വെള്ളം തന്നു. അവനും അവന്റെ ആടുമാടുകളും ഒക്കെ ആ കിണറ്റിൽ നിന്ന് കുടിച്ചു. സംഗതി വാസ്തവമാണ്. യേശു പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. സഹോദരി, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഏത് വെള്ളമാണ് വേണ്ടിയത്? നിന്റെ പിതാക്കന്മാർ തന്നു എന്ന് പറഞ്ഞ് യാക്കോബിന്റെ കിണറ്റിലെ വെള്ളമോ അതോ യേശു തരുന്ന വെള്ളമോ? ഏതാണ് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടത്? എന്തിനാണ് യേശു ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത്? ഈ മധ്യാഹ്ന സമയത്ത് നിന്റെ നല്ല പ്രായത്തിൽ തന്നെ യേശു എന്തിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു? ഈ നല്ല സമയത്ത് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് നിന്റെ ദാഹം തീർക്കുവാനാണ്, നിന്റെ കോരലിന്റെ ഒരു അവസാനം കൊണ്ടുവരുവാനാണ്. നീ അനേക നാളുകളായി ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുവാനാണ്. അവൾ കോരുമ്പോഴും പറയുന്നുണ്ട്, ഇത് ഞാനിപ്പോൾ അഞ്ചാമത്തെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, ഇത് 6ാമത്തെ ഒരുത്തനോടെ ഞാൻ കഴിയുന്നത്, ഇനിയും എത്ര കാലം ഇനി ഈ മനുഷ്യൻ എൻ്റെ കൂടെ ജീവിക്കും? ഇനിയും എന്താണ് എനിക്കൊരു പരിഹാരം ഉണ്ടാകുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം ഒന്ന് കെട്ടിപ്പണിയുന്നത്? എൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി അനേക നാളുകളായി അനേക പ്രാവശ്യമായി പല ആവർത്തി ഞാൻ ശ്രമിച്ചു നോക്കി എൻ്റെ കുടുംബം ഒന്ന് പണിയുന്നതിന് വേണ്ടി ഇന്നേ നാഴിക വരെ എൻ്റെ കുടുംബം ഒന്ന് പണിയുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരുത്തം വന്ന് പണിയാമെന്ന് പറഞ്ഞു, അവൻ പണിതു, അവൻ ഇട്ടേച്ചു പോയി. വേറൊരുത്തം പണിയാമെന്ന് പറഞ്ഞു, അവൻ വിട്ടേച്ചു പോയി. മൂന്നാമതൊരുത്തം വന്ന് അവൻ പണിയാൻ തുടങ്ങി, അവനും വിട്ടേച്ചു പോയി. 4മതൊരുത്തം പറഞ്ഞു, അവനും പണിയാമെന്ന് പറഞ്ഞു, അവനും വിട്ടേച്ചു പോയി. 5മതൊരുത്തം വന്ന് പറഞ്ഞു, അവനും വിട്ടേച്ചു പോയി. ഇപ്പൊ 6മതൊരുത്തനെ കൊണ്ട് പണിയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്റെ കുടുംബം ഒന്ന് പണിയണമെന്ന് നീ എത്ര പ്രാവശ്യമായി ട്രൈ ചെയ്തു നിന്റെ കുടുംബം ഒന്ന് നേരെയാക്കി എടുക്കുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു ഇന്ന് നിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിന്റെ കുടുംബം പണിയുവാനാണ്. യേശു നിന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മകനെ മകളെ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. നീ അവനോട് ചോദിക്കുമോ, ജീവനുള്ള വെള്ളം നീ എനിക്ക് തരുമോ? കർത്താവേ, ഈ ജീവനുള്ള വെള്ളത്തിനായി അനേക നാളുകളായി ഞാൻ കോരുന്നു, അനേക നാളുകളായി ഞാൻ പണിയുന്നു, അനേക നാളുകളായി എന്റെ ഭവനം ഒന്ന് കെട്ടിപ്പണിയുന്നതിന് വേണ്ടി ഞാൻ പരാക്രമം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അനേക നാളുകളായി ഞാൻ പണിയാൻ ശ്രമിക്കുന്നു, എന്റെ കുടുംബം ഒന്ന് കെട്ടിപ്പണിതെടുക്കുവാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബം ഒന്ന് കെട്ടിപ്പണിതെടുക്കുവാൻ അനേക നാളുകളായി ഞാൻ ശ്രമിക്കുന്നു, ഇതുവരെയും സാധിച്ചിട്ടില്ല. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഈ മധ്യാഹ്ന സമയത്തേക്ക് നീ കടന്നു വന്നിരിക്കുന്നു, നീ ദാഹിക്കുന്നു എന്ന് എന്നെ നോക്കി പറഞ്ഞുവല്ലോ. കർത്താവേ, ആ ദാഹം എന്നെ ഓർത്തിട്ടാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. എന്റെ ഈ ദാഹത്തെ, എന്റെ ഈ പ്രശ്നത്തിന്, ഈ ആരാലും സാധിക്കാത്തത്, ആരാലും കോരിയെടുക്കുവാൻ കഴിയാത്ത ഈ പ്രശ്നത്തിന് നീ ഒന്ന് പരിഹാരം വരുത്തി തരുവാൻ നിന്നെ കൊണ്ട് സാധിക്കും എന്ന് നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, എന്തിനാണ് യേശു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത്? യേശു ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ്. ഹല്ലേലൂയ. നീ അനേക നാളുകളായി അവളുടെ നാട്ടിലുള്ള ചോദ്യം ഇനി ശ്രദ്ധിച്ചോണം, നോക്കണേ. സ്ത്രീ അവനോട്, യജമാനെ, അതിന്റെ 15-ാമത്തെ ഇവളുടെ ദാഹം എന്തായിരുന്നു? ഇവളുടെ കുടുംബം പണിയുന്ന ദാഹമായിരുന്നു ഇവളുടേത്, അല്ലേ? ഇവളുടെ കുടുംബം ഇതുവരെ പണിതിട്ടുണ്ടോ? ഇവളുടെ കുടുംബം പണിതിട്ടുണ്ടോ? ദൈവമകളെ, അവളുടെ കുടുംബം എന്താണ് പണിയാതെ പോയത്? അവൾ അനേക പ്രാവശ്യം ശ്രമിച്ചു നോക്കിയാണ്. അടുത്ത വാക്യം വായിച്ചേ. മതി. ഇനി നോക്കിയേ, ഇവൾ ഇവിടെ കുടുംബം പണിയാൻ വേണ്ടി എത്ര പ്രാവശ്യം ശ്രമിച്ചു?
ഇവളുടെ കുടുംബം പണിയുന്നതിന് വേണ്ടി ഇവൾ എത്ര പ്രാവശ്യം ശ്രമിച്ചു? ഇത് 6ാമത്തെ പ്രാവശ്യം അവൾ ട്രൈ ചെയ്യുകയാണ് ഇവളുടെ കുടുംബം പണിയുന്നതിന് വേണ്ടി. അവളുടെ കുടുംബം എന്തുകൊണ്ട് പണിയാൻ സാധിച്ചില്ല? ദൈവമക്കളെ, ഒന്നായിരുന്നു, അവൾക്ക് വേണ്ടത് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവളുടെ ദാഹം തീരാൻ പോകുന്നത്, അവളുടെ പ്രശ്നത്തിന് പരിഹാരം വരാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ അനേക നാളുകളായി പണിയുവാൻ തുടങ്ങിയിട്ട് ഇതുവരെയും പണി തീർക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അനേക പ്രാവശ്യം ട്രൈ ചെയ്തു. അവൾ 5 പ്രാവശ്യം ട്രൈ ചെയ്തു. ഇത് 6ാമത്തെ പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത്. നീ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു? നീ എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കി? നിന്നെ കൊണ്ട് സാധിച്ചില്ലയോ? എന്നാൽ യേശു പറയുന്നു, ഇതാ പണിയുവാൻ ശക്തനായവൻ നിന്റെ അടുക്കൽ നിന്ന് നിൽക്കുന്നു. എനിക്ക് നിന്നെ ഓർത്തൊരു ദാഹമുണ്ട്, എനിക്ക് നിന്നെ ഓർത്തൊരു ദാഹമുണ്ട്. നീ ഹല്ലേലൂയ, നീ സത്യമായിട്ടും എന്നാൽ പണിയപ്പെടാൻ പോവുകയാണ്. യേശു പറയുകയാണ്, നീ വിളിച്ചു കൊണ്ടുവാ, ഞാൻ പണിയാൻ പോവുകയാണ്. എനിക്ക് ഭർത്താവില്ല, എൻ്റെ കുടുംബം ഇതുവരെയും പണിതപ്പെട്ടിട്ടില്ല, സാരമില്ല. ഹല്ലേലൂയ, ഞാൻ നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ ദാഹം ഇന്ന് പരിഹാരം വന്നിരിക്കുകയാണ്. ഇന്നിന് പണിയുക തന്നെ ചെയ്യും. പണിയുവാനാണ് ഞാൻ നിന്റെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിന്റെ കുടുംബം പണിയുവാനാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നീ ഒന്ന് വിശ്വസിക്കുമോ? യേശു എന്തിനാണ് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഈ 6ാം മണി നേരത്ത് കടന്നു വന്നത്? നീ അനേക നാളുകളായി ഹല്ലേലൂയ ഞങ്ങളുടെ പിതാക്കന്മാര് തന്നതാണെന്ന് പറഞ്ഞിരിക്കുകയല്ലോ. നിനക്ക് അത് മാറിയിട്ട് യേശുവിലൊന്ന് ആശ്രയിക്കുവാൻ കഴിയുമോ? യേശുവിലൊന്ന് ആശ്രയിക്കാൻ കഴിയുമോ? യേശു ഇന്ന് നിന്റെ ഭവനം പണിയുക തന്നെ ചെയ്യും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭവനം പണിയുക തന്നെ ചെയ്യും. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. യേശു യാക്കോബിലും വലിയവൻ. Thank you for watching Mother Verghese's ministry. If you'd like to contact us for more information, a DVD, or need prayer, please email us at inchrist24@gmail.com. Thank you and God bless you, and please continue to keep our ministry in prayer.